ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേക്കലം മകാം ഉറൂസ് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ബേക്കലം മകാം ഉറൂസിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ അവിടെ അനിയനുണ്ടായിരുന്നു. അവിടെ നമ്മൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മിനിച്ചറെല്ലാം വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് നമ്മളെ വ്യൂ എല്ലാം ഉണ്ടാവുക. അപ്പോൾ രാത്രിയൊന്നും നമ്മൾ നിൽക്കാം. പള്ളീൻ്റെ പരിസരം മൊത്തം നമ്മൾ മിനിച്ചർ വെച്ച് ചമച്ചിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ 2 സ്റ്റാളുണ്ടായിരുന്നു. ഹൽവാൻ്റെ സ്റ്റാളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ പള്ളിയാണ് ഹൈദസ് ജുമാ മസ്ജിദ് പള്ളിയാണ്. പിന്നെ അതിനുള്ളിലാണ് നമ്മളെ മകാമുള്ളത്. അങ്ങനെ മകാമെല്ലാം സിയാറത്ത് ചെയ്ത ശേഷം അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയെല്ലാം കുടിച്ച് നമ്മൾ വിശ്രമിക്കുകയാണ്. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മളെ സ്റ്റേജെല്ലാം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കസാലെല്ലാം വെച്ച് കൊടുക്കുന്നു. അപ്പം ഇതാണ് നമ്മളെ പള്ളിയും പരിസരം മകാമ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. വീട്ടിൽ മടങ്ങുമ്പോൾ ഇടയിൽ അവിടെ തന്നെ ചന്തകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹൽവ വാങ്ങുന്ന പീടികയിലാണ് പോയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അവിടെ ഹൽവ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല ഒരു ഹൽവ നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏത് ഹൽവയാണ് നല്ലതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ലഡു, പിന്നെ മധുര, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, സ്വീറ്റ്സ്. പിന്നെ അപ്പുറം തന്നെ വേറൊരു ഹൽവ ഉണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാം മടങ്ങി പോവുകയാണ്. അപ്പം മടങ്ങി പോകുന്ന സൈഡിൽ തന്നെയാണ് ചന്ത എല്ലാം വന്നിട്ടുള്ളത്. അവിടെ സ്വീറ്റ് കോണിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു, നമ്മുടെ ടോയ്സിൻ്റെ സ്റ്റാള്, പിന്നെ ഫുഡ് കൗണ്ടറെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം നോക്കി കഴിച്ചു. അപ്പോൾ ഒന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. കുറേ സ്റ്റാളെല്ലാം അവിടെ രാത്രിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഉറൂസ് കഴിഞ്ഞ് അന്നദാനത്തിന് പോവുകയാണ്. ചോറ് വാങ്ങാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. ആ പള്ളിയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. പിന്നെ അവിടെ ഇന്ന് നാരങ്ങ വെള്ളവും ബത്തക്ക വെള്ളമെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം വാങ്ങി കുടിച്ച് ശേഷം നമ്മൾ ചോറ് വാങ്ങാൻ വേണ്ടി ലൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സൈഡ് ചോറും എല്ലാം കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ അവിടെ വളണ്ടിയർമാരെല്ലാം ചോറ് നമ്മളെ ബട്ടിയിലാക്കി ഒരു തപ്പാലയിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും നിങ്ങൾ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ നമ്മളും വരിയിൽ നിന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിലാണുള്ളത്. അപ്പോൾ അവിടെ ധാരാളം പേരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം 4:30 ആകുമ്പോൾ തന്നെ തക്ബീർ ചൊല്ലിയിരുന്നു. ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തക്ബീറെല്ലാം ചൊല്ലി. കുറേ ആൾക്കാർക്ക് കൊണ്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചോറ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ട് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണിലൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ കണ്ടിട്ട് വാ. ഇപ്പോൾ വളണ്ടിയർമാർ ചോറെല്ലാം കൊടുക്കുകയാണ്. ഞങ്ങളെ ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മളെ ബാക്കിലുണ്ടായവർക്കെല്ലാം കൊടുക്കുകയാണ്. ചോറ് വന്നതിന് ശേഷം നമ്മളെല്ലാവരും ലൈനിൻ്റെ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ചോറും വാങ്ങി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയാണ് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോഴും കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോറ് വാങ്ങിയ ശേഷം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആളുകളുടെ കൂട്ടമായതുകൊണ്ട്
അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.